ഇടമറുക് അവസാനം എഴുതി എത്തിയത് എവിടെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ജീവിതത്തെപ്പറ്റി വർണ്ണിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ എങ്കിൽ എപിയെ വിമർശിക്കാൻ പേനെടുത്ത മുഴുവൻ ആളുകളും അങ്ങനെ തന്നെ അവർ ചെയ്തിട്ടുള്ളൂ. അവർ പ്രചരിപ്പിച്ച ഒരു പ്രചരണം വരെ പോയിട്ടില്ലെന്ന് മാത്രമല്ല, കാന്തപുരത്തിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ആർക്കും അത് കാന്തപുരത്തെപ്പറ്റി മോശമാക്കാൻ എഴുതിയതാണ് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇതിൽ പരാജയപ്പെട്ട മാധ്യമം ജനുവരി 29-ന് 91 ജനുവരി 29-ന് ഞായറാഴ്ച മാധ്യമം എപി അബൂബക്കർ മുസ്ലിയാരുടെ മനോഹരമായ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനും കളിയാക്കാനും വേണ്ടി എഴുതിയ പ്രതിച്ഛായ എന്ന കുറിപ്പിൽ നിങ്ങൾ നോക്കൂ, എഴുതി അവസാനം ആ ലേഖനം സമാപിക്കുന്നത് ഇങ്ങനെയാണ്: തലപ്പാവും തൊപ്പിയും കണ്ടിട്ടോ, മതപ്രസംഗത്തിലെ അസഹിഷ്ണുതാപരമായ പരാമർശങ്ങൾ കേട്ടിട്ടോ എപി ഒരു സാധാരണ മുസ്ലിയാരാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കരുത്തുറ്റ ഒരു സംഘാടകനാണ് അദ്ദേഹം. കാരന്തൂരിലെ സുന്നി മർക്കസ് എപിയുടെ സംഘടനാ വൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ഒരു കാലത്ത് ആരാരും അറിയാതെ ഒരു പള്ളിയിൽ മതാധ്യാപകനായി ഒതുങ്ങിക്കൂടിയ എപി ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായതിന്റെ പിന്നിൽ ഈ വൈഭവം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എപിനെ കുറ്റപ്പെടുത്തലോ മറുപടി പറയലോ മാധ്യമക്കാരന്റെ എഡിറ്റർക്ക് ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയതാണ് എന്ന നിലക്ക് അയാൾ സമാധാനിക്കുന്നുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീടിറങ്ങിയ 96 ഡിസംബർ 27-ന് എപി ഉസ്താദിനെ ഒന്നുകൂടെ കോലം കെടുത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതാൻ തീരുമാനിച്ചു. ഉസ്താദിന്റെ ഫോട്ടോവിന് പകരം കാർട്ടൂന്, ഒരു കൈയിൽ മൊബൈലും ഒരു കൈയിൽ തസ്ബീഹ്മാലയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനയും വഫിൽ ആഖിറതി ഹസനയും ശരിക്കും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു കാർട്ടൂൺ കൊടുത്തുകൊണ്ട് ഇതിന് നിങ്ങൾ നോക്കൂ, അവസാനം എപിനെ പറയുകയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കണമെന്നില്ല. കാരണം അറേബ്യയിൽ ചെന്നാൽ അറബിയിലും, ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും, കാരന്തൂരിൽ മലയാളത്തിലും ചിന്തിക്കുന്നതുകൊണ്ട് ഇന്നോളം കാന്തപുരം വെട്ടിൽ വീണില്ല. മറ്റേ മൊയ്ലിയമാര് ഗൾഫിൽ ചെന്നാലും ബോംബെ ചെന്നാലും